പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് മുറ്റത്തെ ചെടികൾക്കൊപ്പമാണ്. മഴക്കാലത്ത് ഞങ്ങൾ വെച്ച ചെടികൾ വളരെ നന്നായി വളർന്നു വന്നു. ഭംഗിയുള്ള പൂക്കളുമായി ചെടികൾ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഈ ചെടികൾക്കൊപ്പം ഞങ്ങൾ നടാത്ത അനേകം കളകളും കൂടി വളർന്നു വന്നു. ഞങ്ങൾ ആ കളകളെ അങ്ങ് പറിച്ചു കളഞ്ഞപ്പോൾ ചില ചെടികളും കൂടി അതിൻ്റെ ഒപ്പം നഷ്ടമായിപ്പോയി. കാരണം എന്തെന്നറിയുമോ? ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ വെച്ച ചെടികൾ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ചെടികൾക്കൊപ്പം കളകളും വളർന്നു വരികയും ആ കളകൾ പറിച്ചു കളഞ്ഞപ്പോൾ ചെടികളും കൂടി അതോടൊപ്പം പിഴുതു പോകുവാൻ കാരണമായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചെറിയൊരു പൂന്തോട്ടമായി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അവിടെ ആത്മാവിൻ്റെ ഫലം നിറയേണ്ടതായിരുന്നു. എന്നാൽ നാം ഇച്ഛിക്കാത്ത ജഡീക കളകളും കൂടി വളർന്നു വന്നു. പക, പിണക്കം, ഭിന്നത, അസൂയ, ക്രോധം, ശാഠ്യം എണ്ണി നോക്കിയാൽ ഒരുപക്ഷെ ഒരു 15 എണ്ണത്തിലധികം കാണുവാൻ കഴിയും ആ കളകൾ. ഞങ്ങളുടെ മുറ്റത്തെ ചെടികൾ കുറച്ച് ദിവസം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അശ്രദ്ധ ഞങ്ങളുടെ ചെടികളും കൂടി വളർന്ന് പന്തലിക്കാതെ വണ്ണം അതിനെ തകർത്ത് കളഞ്ഞു. മാത്രമല്ല, പൂക്കളൊന്നും വിരിയാതെ വണ്ണം ചെടികൾക്കൊപ്പം കളകൾ വളർന്നു വരികയും ഞങ്ങൾ വെച്ച ചെടികൾക്ക് ലഭിക്കേണ്ടതായ വളം ആ കളകൾ വലിച്ചെടുക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം ഓരോ ദിവസവും ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതുണ്ട്. അത് സൂക്ഷ്മതയോടെ തന്നെ. അല്ലെങ്കിൽ നല്ല പൂക്കൾ വിരിയേണ്ട ചെടികൾ ഫലം പുറപ്പെടുവിക്കാതെ മുരടിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് കളകളെക്കുറിച്ച് പറയുന്നൊരു ഭാഗം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്നൊരു ഭാഗമുണ്ട്. വയലിലെ കളകളുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് യേശുവിനോട് ശിഷ്യന്മാർ അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാചാണ്. സത്യത്തിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മളാകുന്ന ക്രിസ്തീയ പൂന്തോട്ടത്തിൽ കളകൾ വളരണമെന്നോ ജഡത്തിൻ്റെ ഇച്ഛകൾ വളർന്നു വരണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇച്ഛിക്കാത്തതിനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ക്രിസ്തീയ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നല്ല ഫലമുള്ള നല്ല വൃക്ഷങ്ങളായി വളർന്നു വരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.